ഈ വാർത്ത ഭയമുള്ളവർ കേൾക്കരുത്. കാരണം മനസ്സിന് കെട്ടിയില്ലാത്തവരൊന്നും കേട്ടാൽ ഒരുപക്ഷെ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും, പ്രത്യേകിച്ച് KC വേണുഗോപാലിനോടാണ്, എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം, പാകിസ്ഥാൻ സ്നേഹം ഒന്ന് കുറയ്ക്കണം. ഈ വാർത്ത ഒന്ന് ഹിന്ദിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ ഒന്ന് തർജ്ജിമ ചെയ്തു കൊടുക്കണം. രാഹുൽ ഗാന്ധിയുടെ പാക് സ്നേഹം, രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല കുറെ കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ കുറെ ആളുകളുടെയൊക്കെ പാക് സ്നേഹം നമ്മൾ കാണുന്നുണ്ട്, കേരളത്തിലടക്കം ഇന്ത്യയിലടക്കമുള്ളവർ. അപ്പൊ ആ പാക് സ്നേഹമുള്ളവർ ധൈര്യമായി നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം. പാക്കിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ പോകണം. കാരണം നിങ്ങൾക്ക് അവിടെ നല്ലൊരു ഭാവി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. മരണശേഷമാണ് നിങ്ങൾക്ക് ഭാവി. ഹൂറികളുടെ അടുത്ത് പോയിട്ടുള്ള ഭാവിയല്ല, അതിൽ മികച്ചൊരു ഭാവി നിങ്ങൾക്ക് പാകിസ്ഥാനിൽ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ശ്മശാനം, നമ്മൾ ഈ മരണപ്പെട്ട് കഴിയുമ്പോൾ ഒന്ന് സമാധാനത്തിൽ, മരിച്ചതിന് ശേഷം സമാധാനം തരേടാന്നൊക്കെ നമ്മൾ ചോദിക്കും. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ മരിച്ചതിന് ശേഷം സമാധാനം കിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭാസ്കരൻ നായർ അജയൻ, അദ്ദേഹം സ്ഥിരമായി ഫേസ്ബുക്കിൽ നിലപാടുകൾ കൃത്യമായി വ്യക്തമായി പറയുന്ന ഒരാളാണ്. നല്ലൊരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി വിമർശിക്കേണ്ടവരെ വിമർശിക്കും, നിലപാടുകൾ വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിന്റെ ഈ വാർത്ത തന്നെ സെയിം പലരും ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ സ്ഥിരം നോക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ ഫുള്ള് വായിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി.